മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന്റെ സന്ദേശം അയക്കാൻ സർക്കാർ ഹൈക്കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. CMTRF-ൽ പണം നൽകിയവർക്ക് നന്ദി അറിയിക്കാനുണ്ടെന്ന് സർക്കാർ. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, ഇങ്ങനെ ആളുകൾക്ക് സന്ദേശം അയച്ച് സർക്കാർ ജീവനക്കാർക്കും അതിനെ പെൻഷൻ പറ്റിയ ആളുകൾക്കുമൊക്കെ സന്ദേശം അയച്ചതാണ് ഒരിടത്ത് ഡാറ്റ ചോർച്ച എന്നുള്ള ആരോപണം ഉയർത്തിയപ്പോൾ കേസ് കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അതിനിടയിലാണ് സർക്കാർ ഇങ്ങനൊരു നീക്കം, അതായത് നിയമപരമായി തന്നെ ഇതിൽ അനുമതി നേടിക്കൊണ്ട് ഇങ്ങനെ സന്ദേശം അയക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. എന്തൊക്കെയാണ് സർക്കാർ ആവശ്യം, എങ്ങനെയാണ്? അക്ഷയ, സർക്കാർ സന്ദേശം അയക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരത്തെ ജീവനക്കാർക്ക് പോയ സന്ദേശം സമാനമായ രീതിയിൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കരുത് എന്ന കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ ഹൈക്കോടതിയിൽ തന്നെ വീണ്ടും സന്ദേശങ്ങൾ അയക്കാനുള്ള അനുമതി ചോദിച്ചിരിക്കുന്നത്. ഇത്തവണ സർക്കാർ പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകിയിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ ആളുകളുണ്ട്, അവരെ നന്ദി അറിയിക്കണം. അതിനുവേണ്ടി സന്ദേശം അയക്കാൻ, മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം അയക്കാൻ അനുമതി നൽകണം എന്ന ആവശ്യം അഡ്വക്കേറ്റ് ജനറൽ ആണ് നേരിട്ട് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി ഇതിന് നൽകിയ മറുപടി, നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ അത് പരിശോധിക്കാമെന്നതാണ്. അതിൽ വാദം കേട്ട് മാത്രമേ കോടതി ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. പക്ഷേ സന്ദേശങ്ങൾ അയക്കുന്ന നടപടികൾ തുടരാൻ തന്നെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വീണ്ടും സന്ദേശങ്ങൾ അയക്കണം. മുഖ്യമന്ത്രിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം അയക്കാനാണ് ഇത്തവണ സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഇത്തരത്തിൽ സർക്കാർ സന്ദേശം അയക്കുന്നതിനെ പ്രതിപക്ഷമടക്കം വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് സർക്കാർ വീണ്ടും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സന്ദേശം അയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുള്ള അനുമതി ഹൈക്കോടതിയിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എന്ന് പറയുമ്പോൾ CMTRF-ലേക്ക് മിക്കവാറും സർക്കാർ ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ പണം അവർ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും എല്ലാ സർക്കാർ ജീവനക്കാർക്കും വീണ്ടും സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പുറത്തും സർക്കാരിന് പുറത്തും ഉള്ള ആളുകളുണ്ട്. ആ വ്യക്തികൾക്കും, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരൊക്കെ വയനാട് ദുരന്തകാലത്ത് പണം നൽകിയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടൊരു സന്ദേശം അയക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ പുതുതായി ആലോചിക്കുന്നത്. അത് പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ചൂരൽമലയിൽ ദുരിതബാധിതർക്ക് കൽപ്പറ്റ ടൗണിൽ പുതിയ വീട് വെച്ച് നൽകിയ പശ്ചാത്തലത്തിലാണ് സർക്കാർ പണം നൽകി സഹായിച്ചവർക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ആലോചിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കോടതിയിൽ ഒരു അപേക്ഷ നൽകാൻ സർക്കാർ സന്ദേശം അയച്ചാൽ എന്തെന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ സന്ദേശം അയക്കുന്നതിന് വേണ്ടി ഈ വിവരങ്ങൾ എവിടെ നിന്ന് എങ്ങനെ ശേഖരിക്കുന്നു, ആരുടെ കൺട്രോളിലാണ് ഇതൊക്കെ അയക്കുന്നത്, ഈ ആളുകളുടെയൊക്കെ വിവരങ്ങൾ, ജീവനക്കാരുടെ വിവരങ്ങൾ എവിടം വരെ എത്തുന്നു, അത് ആര് നിയന്ത്രിക്കുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് ഈ ഡാറ്റ ചോർച്ച ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ സർക്കാർ വീണ്ടും ഇനി ഇത് നിയമപരമായിട്ടുള്ള പരിരക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു നീക്കത്തിൽ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് അനുകൂലമായിട്ട് ഒരു നടപടി, ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമായിരിക്കും? അക്ഷയ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഡാറ്റ ചോർച്ച. അതാണ് ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വ്യക്തി വിവരങ്ങൾ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നതാണ് കോടതിയുടെ മുന്നിലുള്ള നിയമപ്രശ്നം. അങ്ങനെ വ്യക്തി വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് കോടതി എടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ സർക്കാർ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത് IT മിഷനാണ് സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത് ജീവനക്കാർക്ക്. ഒരു തരത്തിലുള്ള ഡാറ്റ ചോർച്ചയും ഉണ്ടായിട്ടില്ല. ആരുടെ കൈവശമാണോ സർക്കാർ ജീവനക്കാരുടെ ഫോൺ നമ്പറുകളും മറ്റ് വ്യക്തി വിവരങ്ങളും ഉള്ളത്, ആ സംവിധാനം തന്നെയാണ് പ്രത്യേക പ്ലാറ്റ്ഫോമിലൂടെ ഈ സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത് എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ അവിടെ ഒരു ഡാറ്റ ചോർച്ച എങ്ങനെ ഉണ്ടാകും എന്ന ചോദ്യമാണ് സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിൽ നിന്നും പല തരത്തിലുള്ള ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ സർക്കാർ ശേഖരിക്കുകയും അവരിലേക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാൻ നീക്കം നടത്തുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ഈ വ്യക്തി വിവരങ്ങളെ ഉപയോഗിക്കുന്നു എന്നതാണ് ആരോപണം. ആ ആരോപണം നിലനിൽക്കുകയാണ് പുതിയ ഒരു ആവശ്യവുമായി ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ സർക്കാർ എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ
പണം നൽകി സഹായിച്ചവരുണ്ട്. അവരോട് നന്ദി പ്രകാശിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ CMGRF-ൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് ഈ സംസ്ഥാനത്തെ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് പല കോണിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാരും, കേരളത്തിന്റെ ഒരു പരിച്ഛേദം എന്നൊക്കെ പറയുന്ന വണ്ണം എല്ലാവരും തന്നെ ഇതിലേക്ക് പണം ചെറുതോ വലുതായിട്ടുള്ള തുക നൽകുന്ന ആളുകളായിരിക്കും. അപ്പൊ അത്രയും ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് സന്ദേശം അയക്കാനും സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും വയനാട് പുനരധിവാസത്തിന്റെ മുൻനിർത്തി സർക്കാർ ഇത്തരത്തിലൊരു സന്ദേശം അയച്ചാൽ ആ സന്ദേശം ചെന്നെത്തുക ഇപ്പോൾ ഈ കുറച്ച് സർക്കാർ ജീവനക്കാർ, അതായത് മൊത്തം നമ്മൾ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുണ്ടെങ്കിലും അത് കേരളത്തിന്റെ ഒരു ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാർ ജീവനക്കാർ, അതിനും അപ്പുറത്ത് വളരെ സാധാരണക്കാരായ ആളുകൾ, അങ്ങനെ ഒരുപാട് പേർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പണം നൽകി സഹായിച്ചിട്ടുണ്ട്. എല്ലാവരിലേക്കും സർക്കാരിന്റെ ഒരു സന്ദേശം എത്തിക്കുക, ആ ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. അതായത് നേരത്തെ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറഞ്ഞാൽ അതൊരു വളരെ കുറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ഈ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട സന്ദേശം എന്ന് പറയുമ്പോൾ അത് എത്തിപ്പെടാൻ പോകുന്നത് അതിനും അപ്പുറത്തേക്ക് വലിയ റീച്ചുള്ള ആ ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു വിപുലമായ ഒരു സന്ദേശം അയക്കുന്നതിലേക്കാണ് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ന്യായം എന്നത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൽപ്പറ്റ ടൗണിൽ വീട് വെച്ച് നൽകിയിരിക്കുകയാണ്. അവർക്ക് 178 വീടുകൾ കൈമാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പണം നൽകി സഹായിച്ചവർക്ക് ഒരു നന്ദി പ്രകാശിപ്പിക്കണം, അതിനുവേണ്ടി സന്ദേശം അയക്കണം. ഈ ഒരു ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരി, ബിനിലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അതായത് സർക്കാരിന്റെ ആവശ്യം എന്ന് പറയുന്നത്, സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത് നമുക്കറിയാം, കേരളം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അത് രാജ്യം തന്നെ കണ്ടിട്ടുള്ള ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ്. അത്രയും ആളുകൾക്ക് ജീവൻ നഷ്ടമായി, കണക്കില്ലാത്ത വണ്ണം സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ നമ്മൾ അതിജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുനരധിവാസത്തിന്റെ ആദ്യ ഘട്ടം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുനരധിവസിപ്പിക്കപ്പെട്ട ജനതയ്ക്കായി ഇവർക്ക് വീട് വെച്ച് നിൽക്കാൻ ഉൾപ്പെടെ ഈ കേരളം നമ്മൾ ഇറങ്ങുകയല്ലേ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ചോദിക്കാറ്. അങ്ങനെ ഇറങ്ങുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൂടെ ഇറങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ മുതൽ എന്നുവണ്ണം തീരെ കുഞ്ഞു കുട്ടികൾ തുടങ്ങി സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽപ്പെടുന്ന ആളുകൾ വരെ പണം നൽകിയിട്ടുണ്ട് ഇതിലേക്ക്. ആ പണം നൽകിയിട്ടുള്ള ആളുകൾക്കൊക്കെയും, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടുള്ള ആളുകൾക്കൊക്കെയും നന്ദി അറിയിക്കണം എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്ന് പറയുന്നത്. ഹൈക്കോടതിയെ ഇതിന് വേണ്ടി സമീപിച്ചിരിക്കുകയാണ്. തീർത്തും നിഷ്കളങ്കം എന്നോണം നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും, സർക്കാർ നന്ദി അറിയിക്കുകയാണ്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഈ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത കൂട്ടിയതിന് പിന്നാലെ അവർക്ക് സന്ദേശം അയച്ചിരുന്നു. അതാകെ വിവാദത്തിലായിരിക്കുകയാണ്. അന്ന് 10 ലക്ഷം പേർക്കാണ് സർക്കാർ സന്ദേശം അയച്ചതെങ്കിൽ ഇവിടെ നോക്കൂ, 10 ലക്ഷം ആയിരിക്കില്ല അത് വരിക. അത് നമ്മുടെ ജനസംഖ്യയുടെ തന്നെ വലിയൊരു ശതമാനം ഉണ്ടാകും. എത്ര എന്നുള്ള കണക്ക് പോലെ ഒരുപക്ഷെ നമുക്കിപ്പോൾ അറിയില്ല, അതിന്റെ ഡാറ്റയൊക്കെ പുറത്തു വരേണ്ടി വരും. കാരണം അത്രമാത്രം ആളുകൾ, പക്ഷേ കണക്കുകൾ കൃത്യമായിട്ടുണ്ട്, എത്രമാത്രം തുക ഓരോ തവണയും ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ആളുകളിലേക്ക് ഈ സന്ദേശം എത്തുമെന്നുള്ളതാണ്. ഇനി ഹൈക്കോടതി ഇതിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടായിരിക്കുമോ ഒരു തീരുമാനം, വിധി പുറപ്പെടുവിക്കുക, അതോ പ്രതികൂലമായിട്ടുള്ളതോ എന്നൊക്കെ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ബിനിലാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.